ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ബ്രൗണിയുടെ കൊറിയർ ഓർഡേഴ്സൊക്കെ എങ്ങനെ പാക്ക് ചെയ്യുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. ഇന്ന് എനിക്ക് കുറച്ച് ബ്രൗണിയുടെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ 3 കൊറിയർ ചെയ്യാനായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് പ്രീമിയം നട്ടി ബ്രൗണി ആയിരുന്നു, പിന്നെ ഫോറിൻ ബ്രൗണി ഉണ്ടായിരുന്നു. അതായത് ഒരു ബ്രൗണി സ്ലാബിൽ തന്നെ 4 ഫ്ലേവേഴ്സ് ചെയ്യുന്നതായിരുന്നു കേട്ടോ. അതിൽ കിൻഡർ ബിയോനോ, ടോഫി, പിന്നെ ഡബിൾ ചോക്ലേറ്റ്, പിന്നെ നോർമൽ ബ്രൗണി, അങ്ങനെ 4 ഫ്ലേവേഴ്സ് ആഡ് ചെയ്തിട്ടാണ് ഞാനത് കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ താഴെയുള്ള ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ആക്കിയിട്ട് ഞാൻ ക്ലിംഗ് റാപ്പ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തിടാറുള്ളത്. ഞാൻ ഇതിൻ്റെ സൈസിലുള്ള ബോർഡ് കിട്ടിയില്ല, എനിക്ക് ബേസ് വെച്ചിട്ടാണ് ഞാൻ നോർമലി ക്ലിംഗ് റാപ്പ് ചെയ്യാനുണ്ടായിരുന്നത്. എനിക്കിത് അർജൻറ്റ് വന്നൊരു ഓർഡർ ആയതുകൊണ്ട് എനിക്ക് ബേസ് വാങ്ങിക്കാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഒന്ന് ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് പിന്നെ കാർഡ്ബോർഡിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ചിലതിൻ്റെ ബട്ടർ പേപ്പർ ഞാൻ റിമൂവ് ആക്കിയിട്ടില്ല, കാരണം അത് ബേസ് ഇല്ലാത്തതുകൊണ്ട്, കേക്ക് ബോർഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ക്ലിംഗ് റാപ്പ് നന്നായിട്ട് ചെയ്തതിന് ശേഷം ഞാൻ ബ്രൗണിയുടെ ബോക്സിലേക്ക് ആക്കിയിട്ട് അത് കവർ ചെയ്യും. എന്നിട്ട് അത് ഞാൻ ബബിൾ റാപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്യാറുള്ളത്, കൊടുത്തു വിടാറുള്ളത്. പിന്നെ അതിൻ്റെ മേലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നോർമലി അത് കൊറിയർ ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ കേക്കിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ക്ലിംഗ് റാപ്പ് ചെയ്തതിന് ശേഷം പിന്നെയും അതിൻ്റെ മേലെ നമുക്ക് ബബിൾ റാപ്പ് അതിൻ്റെ മേലെ ചുറ്റിയിട്ട് പിന്നെ ബോക്സിലേക്ക് വെക്കുക, അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. മെയിൻലി ഞാൻ ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. രണ്ടും സേഫായിട്ട് എത്തും. നമ്മുടെ ബ്രൗണിക്ക് ഒരു 1 വീക്കിൻ്റെ മേലെ എന്തായാലും ഷെൽഫ് ലൈഫ് ഉണ്ട്. അത് കേടാവാതെ ഇരിക്കും കേട്ടോ. നല്ല ഷെൽഫ് ലൈഫുള്ള ബ്രൗണിയാണ്, നല്ല ഫഡ്ജി കൂയി ആയിട്ടുള്ള ബ്രൗണിയാണ്. അപ്പോൾ എല്ലാവരും ഞാൻ താഴെ നമ്പർ കൊടുക്കാം, അതിലൊന്ന് DM ചെയ്താൽ മതി. ഓർഡേഴ്സ് ഞാൻ അതിൽ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, cakelab.in എന്നാണ് കേട്ടോ. അതിൽ പോയിട്ട് അതിൽ DM ചെയ്താലും നമുക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്രൗണിയുടെ കൊറിയർ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.